നമസ്തേ, ഞാൻ റെജിമോൻ ഡേവിഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഷഹൻഷാ അക്ബർ കോ കോൺ സിഖായക എന്ന കഥയെ ആസ്പദമാക്കിയുള്ളതായ വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളുമാണ് പരിശോധിച്ചിരുന്നത്. നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഗ്യാൻമാർഗ് എന്ന ഏകാംഗിയുടെ 3 വർക്ക്ഷീറ്റുകളും അവയുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങളുമാണ് പരിശോധിക്കുന്നത്. ഒന്നാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 9 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യം 1, ഗ്യാൻമാർഗ് കേസി രചന ഹെ. ഗ്യാൻമാർഗ് എങ്ങനെയുള്ള രചനയാണ്, അല്ലെങ്കിൽ ഗ്യാൻമാർഗ് കിസ് വിധാ കി രചന ഹെ. ഉത്തരം ഏകാംഗി. ചോദ്യം 2, ഗ്യാൻമാർഗ് കിസ്കി രചന ഹെ. ഗ്യാൻമാർഗ് ആരുടെ രചനയാണ്, അല്ലെങ്കിൽ ഗ്യാൻമാർഗ് കെ രചയിത കോൻ ഹെ. ഉത്തരം ഡോക്ടർ അസ്ഗർ വസാഹത്ത് കി. ഡോക്ടർ അസ്ഗർ വസാഹത്തിന്റെ രചനയാണ് ഗ്യാൻമാർഗ്. ചോദ്യം 3, 3 രാജകുമാരന്മാരും എവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു? ഓപ്ഷൻസ്: ഗുരുകുൽ സേ, ജംഗൽ സേ, രാജ്മഹൽ സേ. ഉത്തരം ജംഗൽ സേ, വനത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചോദ്യം 4, ഉസ്കെ കാ വിഭാജിത് രൂപ ക്യാ ഹെ. ഉസ്കെ എന്നുള്ളതിനെ വിഭജിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ബ്രാക്കറ്റിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു: യഹ് പ്ലസ് കെ, എ പ്ലസ് കെ, വഹ് പ്ലസ് കെ, വേ പ്ലസ് കെ. ഉത്തരം വഹ് പ്ലസ് കെ. ചോദ്യം 5, നമൂനെ കെ അനുസാർ വാക്യ കാ പുനർലേഖൻ കരേ. മേ മന്ത്ര പഠിത്താ ഹൂം. അതിനെ തും എന്നുള്ളത് വരുമ്പോൾ എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. തും മന്ത്ര പഠിത്തേ ഹോ. അതുപോലെ മേ ഗീത് ഗാത്താ ഹൂം, ഇതിനെ മാറ്റുമ്പോൾ എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളതാണ്. പകരം മേ എന്നുള്ളതിന് പകരം തും വന്നാൽ എങ്ങനെയായിരിക്കും? ഉത്തരം തും ഗീത് ഗാത്തേ ഹോ. ചോദ്യം 6, अपने स्कूल में ज्ञानमार्ग एकांगी का मंचन करने जा रहे हैं. തങ്ങളുടെ സ്കൂളിൽ ഗ്യാൻമാർഗ് എന്ന ഏകാംഗത്തിനെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതിനായി തയ്യാറെടുക്കുന്നു. इसके लिए एक പോസ്റ്റർ തയ്യാർ करें. ഇതിനു വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഉത്തരം ഒന്നാമത്തെ മോഡൽ ജ്ഞാൻ സബ്കി ഭലായി കെ ലിയേ ഹെ. ജ്ഞാൻ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. 8वीं कक्षा के छात्रों की ओर से ज्ञानमार्ग एकांगी का मंचीकरण. 8ാം സ്റ്റാൻഡേർഡിലെ വിദ്യാർത്ഥികൾ ഗ്യാൻമാർഗ് എന്ന ഏകാംഗം സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു. സ്കൂൾ സഭാഗൃഹമേ, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ. സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം. സെന്റ് ജോസഫ്സ് HSS തിരുവനന്തപുരം. നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഉൾപ്പെടുത്തുക. 8ലെയും 9ലെയും കുട്ടികൾ അവരുടെ ഉത്തര പേപ്പറിൽ സ്കൂളിൻ്റെ പേര്, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്, സ്ഥലവും ഒക്കെ ഉൾപ്പെടുത്താം. എന്നാൽ 10ാം സ്റ്റാൻഡേർഡിൽ ഉള്ള കുട്ടികളാണെങ്കിൽ പബ്ലിക് എക്സാം എഴുതുമ്പോൾ അവരുടെ സ്കൂളിൻ്റെ പേരോ സ്ഥലമോ ഒന്നും ഉൾപ്പെടുത്താൻ പാടില്ല. പകരം സർക്കാരി ഹൈസ്കൂൾ സ്ഥാൻ എന്നാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഏത് ദിവസം ഏത് സമയം നടക്കുന്നു എന്നുള്ളത് 2 സൈഡിലായി കൊടുത്തിരിക്കുന്നു. 15 ജൂലൈ 2020. 2020 എന്ന് തന്നെ വേണം ഇത് വായിക്കുന്നതിന്. 1985, 1990 എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് 1950, 1990 എന്നൊക്കെ വായിക്കാം. എന്നാൽ 2020 എന്നുള്ളതിന് 2020 എന്ന് വേണം പറയുന്നതിന്. സമയ സവേരെ 10 ബജെ. ഇത് ഈ ഏകാംഗം അവതരിപ്പിക്കുന്ന സമയം രാവിലെ 10 മണി. ഇത് പോസ്റ്റർ എങ്ങനെയൊക്കെ ആയിരിക്കണം ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് വിവരണാത്മക പോസ്റ്ററാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഈ പോസ്റ്റർ തന്നെ മറ്റൊരു രീതിയിലും നമുക്ക് എഴുതാവുന്നതാണ്. ജ്ഞാൻ സബ്കി ഭലായി കെ ലിയേ ഹെ. ज्ञानमार्ग एकांगी का मंचीकरण 8वीं कक्षा के छात्र. स्थान स्कूल सभागृह. तारीख 15 जुलाई 2020. समय सवेरे 10 बजे
सबका स्वागत, സെന്റ് ജോസഫ്സ് HSS തിരുവനന്തപുരം. ചോദ്യം 7, സഹി മിലാൻ കരേ. ഇടത് സൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. तीनों राजकुमार पढ़ाई के बाद हम गर्व कर सकते हैं मेरे घर के अपने ज्ञान का परिचय दो. वलതുവശത്ത് कि हमने ज्ञान प्राप्त कर लिया है, सेवक तक महापंडित हैं, नहीं तो हम तुमको दंड देंगे, गुरुकुल से लौट रहे थे. उत्तरम तीनों राजकुमार पढ़ाई के बाद गुरुकुल से लौट रहे थे. 3 രാജകുമാരന്മാരും പഠനത്തിന് ശേഷം ഗുരുകുലത്തിൽ നിന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. हम गर्व कर सकते हैं कि हमने ज्ञान प्राप्त कर लिया है. നമ്മൾ അറിവ് നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് അഭിമാനിക്കാൻ സാധിക്കുന്നു. മേരെ ഘർ കെ സേവക് തക് മഹാപണ്ഡിത് ഹെ. എൻ്റെ വീട്ടിലെ പരിചാരകർ പോലും മഹാപണ്ഡിതന്മാരാണ്. अपने ज्ञान का परिचय दो, नहीं तो हम तुमको दंड देंगे. തന്റെ അറിവിനെ പരിചയപ്പെടുത്തൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തക്കതായ ശിക്ഷ നൽകും. ചോദ്യം 8, ज्ञान सबकी भलाई के लिए विषय पर लेख लिखे. അറിവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു ലേഖനം തയ്യാറാക്കുക. ഹെഡിങ് കൊടുത്തിരിക്കണം, ജ്ഞാൻ സബ്കി ഭലായി കെ ലിയെ. അറിവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി. അംഗ്രേസി में ऐसा एक कहना है, knowledge is power. ഇംഗ്ലീഷിൽ ഒരു പറച്ചിലുണ്ട്, knowledge is power. അറിവ് ആണ് ശക്തി. ज्ञान शक्तिशाली है. അറിവ് ശക്തിയുള്ളതാണ്. लेकिन अपने ज्ञान का उपयोग भलाई के लिए करना चाहिए. എന്നാൽ നമ്മുടെ അറിവ് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. जो अपने ज्ञान से बुरे काम करें तो वे ज्ञानी नहीं मूर्ख के समान है. ഒരാൾ അയാളുടെ അറിവിനെ മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കുകയാണെങ്കിൽ അയാൾ അറിവുള്ള ആളല്ല, ജ്ഞാനിയല്ല, പകരം വിഡ്ഢിയാണ്. अनेक देश अपने ज्ञान से दूसरे देशों का नाश करने के लिए प्रयोग करते हैं. അനേകം രാജ്യങ്ങൾ അവരുടെ അറിവിനെ മറ്റുള്ള രാജ്യങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്നു. इससे सारे संसार का सर्वनाश होगा. ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങൾ മാത്രമല്ല, ഈ ലോകത്തിന്റെ തന്നെ സർവനാശമാണ് ഉണ്ടാവുക. ജ്ഞാനി लोगों को सादगी से जीवन बिताना चाहिए. അറിവുള്ള ആളുകൾ ലളിതമായ ജീവിതം അനുഷ്ഠിക്കണം. साथ साथ अपने ज्ञान दूसरों को देना भी चाहिए. അതോടൊപ്പം തന്നെ തങ്ങളുടെ അറിവ്, തങ്ങളുടെ ജ്ഞാനം മറ്റുള്ളവർക്ക് നൽകുകയും കൂടി വേണം. സച്ചേ ജ്ഞാൻ സേ സമാജ് കി ഉന്നതി ഹോഗി. ശരിയായ അറിവ് സമൂഹത്തിന്റെ ഉന്നതിക്ക് കാരണമായി തീരും. ചോദ്യം 9, कोष्टक से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ तीनों हम. ബാക്കി പിരമിഡ് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ചോദ്യം, രാജ്കുമാർ ഗുസർ രഹേ ഹേ, രാജ്കുമാർ ജംഗൽ മേ ഗുസർ രഹേ ഹേ. ഉത്തരം 2 തരത്തിൽ നമുക്ക് എഴുതാം. राजकुमार गुजर रहे हैं, राजकुमार जंगल में गुजर रहे हैं, तीनों राजकुमार जंगल में गुजर रहे हैं, हम तीनों राजकुमार जंगल में गुजर रहे हैं. രാജകുമാരന്മാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, രാജകുമാരന്മാർ വനത്തിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. 3 രാജകുമാരന്മാരും വനത്തിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ 3 രാജകുമാരന്മാരും വനത്തിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെ മറ്റൊരു രീതിയിൽ എഴുതിയിരിക്കുന്നു, രാജ്കുമാർ ഗുസർ രഹേ ഹേ, രാജ്കുമാർ ജംഗൽ മേ ഗുസർ രഹേ ഹേ, ഹം രാജ്കുമാർ ജംഗൽ മേ ഗുസർ രഹേ ഹേ, ഹം തീനോं രാജ്കുമാർ ജംഗൽ മേ ഗുസർ രഹേ ഹേ. ഈ 2 വാക്യ പിരമിഡിലും പുതിയതായി ചേർത്തിരിക്കുന്ന വാക്കുകൾ നിറം മാറ്റി കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 10 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യം 1, तीनों राजकुमार गुरुकुल क्यों गए थे? 3 രാജകുമാരന്മാരും ഗുരുകുലത്തിൽ എന്തിനാണ് പോയിരുന്നത്? ഉത്തരം, तीनों राजकुमार पढ़ाई के लिए गुरुकुल गए थे. 3 രാജകുമാരന്മാരും പഠനത്തിന് വേണ്ടിയാണ് ഗുരുകുലത്തിൽ പോയിരുന്നത്. ചോദ്യം 2, वह ज्ञान जिससे अपना या दूसरों का नुकसान हो ज्ञान नहीं अज्ञान है, यह किसने कहा? അതായത് നമ്മൾ നേടിയിട്ടുള്ളതായ അറിവ് നമ്മുടെയോ
മറ്റുള്ളവരുടെയോ നാശത്തിനാണെങ്കിൽ ആ ജ്ഞാനം, ആ അറിവ് അജ്ഞാനമാണ്, അത് അറിവില്ലായ്മയാണ്. ഇതാര് പറഞ്ഞു? ഉത്തരം യ ഗുരുജീനെ കഹ, ഇത് ഗുരുജി പറഞ്ഞു. ചോദ്യം 3, ഹഡ്യാ കിസ് ജാൻവർ കി ഥി, എല്ലുകൾ ഏത് മൃഗത്തിൻ്റെതായിരുന്നു? ഉത്തരം ഹഡ്യാ ഷേർ കി ഥി, എല്ലുകൾ സിംഹത്തിന്റെ ആയിരുന്നു. ചോദ്യം 4, ഗുരുജിനെ ഷേർ കോ ക്യാ ബനാ ദിയ, ഗുരുജി സിംഹത്തെ എന്താക്കി മാറ്റി? ഉത്തരം ഗുരുജിനെ ഷേർ കോ ബക്കരി ബനാ ദി, ഗുരുജി സിംഹത്തെ ആട് ആക്കി മാറ്റി. ചോദ്യം 5, നമൂനയ്ക്ക് അനുസാർ വാക്യ കാ പുനർലേഖൻ കരേ, മാതൃക അനുസരിച്ച് വാക്യത്തെ പുനർലേഖനം ചെയ്യുക, മാറ്റി എഴുതുക. വഹ് ഏകാംഗി പഠ്താ ഹേ, വേ ഏകാംഗി പഠ്തേ ഹേ. വഹ് എന്നുള്ളതിന് പകരം വേ എന്നാകുമ്പോൾ പഠ്താ ഹേ എന്നുള്ളത് മാറി പഠ്തേ ഹേ എന്ന് ആകുന്നു. അതുപോലെ യേ ഗാന ഗാതാ ഹേ, ചോദ്യം ഉത്തരം യേ ഗാന ഗാത്തേ ഹേ. യഹ് മാറി യഹിന്റെ ബഹുവചനം യേ എന്നായി മാറുന്നു. അപ്പോൾ ഗാത്തേ ഹേ എന്ന് അവസാനിക്കുന്നു. ചോദ്യം 6, സഹി മിലാൻ കരേ. मैं तो अपने ज्ञान से ऐसा मत कर, मुझे सिद्ध करना है शेर की हड्डियों पर. वलदवशत शेर हमें खा जाएगा, मांस उनमें रक्त और ऊपर खाल आती है. शेर को प्राण दे सकता हूं कि मैं तुम दोनों से बड़ा ज्ञानी हूं. उत्तरम मैं तो अपने ज्ञान से शेर को प्राण दे सकता हूं, എനിക്ക് എന്റെ ജ്ഞാനം കൊണ്ട് സിംഹത്തിന് ജീവൻ നൽകാൻ സാധിക്കുന്നു. ഐസ മത് കർ ഷേർ ഹമേ ഖാ ജായേഗ, അങ്ങനെ ചെയ്യരുത്, സിംഹം നമ്മളെ തിന്നും അല്ലെങ്കിൽ തിന്നുകളയും. മുझे सिद्ध करना है कि मैं तुम दोनों से बड़ा ज्ञानी हूं, എനിക്ക് തെളിയിക്കണം ഞാൻ നിങ്ങളെക്കാൾ വലിയ ജ്ഞാനിയാണ് എന്ന്. शेर की हड्डियों पर मांस उनमें रक्त और ऊपर खाल आती है. സിംഹത്തിന്റെ എല്ലുകൾക്ക് മുകളിൽ മാംസവും അതിൽ രക്തവും മുകളിൽ തോലും വരുന്നു. ചോദ്യം 7, ज्ञान सबकी भलाई के लिए है विषय पर संदेशात्मक पोस्टर तैयार करें. അറിവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു സന്ദേശാത്മക പോസ്റ്റർ നൽകുക, സന്ദേശം നൽകുന്ന തരത്തിലുള്ള പോസ്റ്റർ തയ്യാറാക്കുക. ഉത്തരം ജ്ഞാൻ സബ്കി ഭലായി കെ ലിയേ പ്രयोग करें, ജ്ഞാനം എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രയോഗിക്കണം. अपना ज्ञान दूसरों को बांट दें, നമ്മുടെ അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ജ്ഞാൻ സേ സമാജ് കാ ഉദ്ധാർ ഹോഗ, ജ്ഞാനം കൊണ്ട് അഥവാ അറിവ് കൊണ്ട് സമൂഹത്തിന് ഉന്നതി ഉണ്ടാകും. അജ്ഞാൻ സേ സമാജ് കാ സർവനാശ് ഹോഗ, അജ്ഞാനം കൊണ്ട് സമൂഹത്തിന് സർവനാശമായിരിക്കും ഉണ്ടാവുക. ജ്ഞാനി ലോകോ സമാജ് മാനേങ്കി, അറിവുള്ള ആളുകളെ സമൂഹം അംഗീകരിക്കും, ആദരിക്കും. ഇത് നൽകിയിരിക്കുന്നതായ അതോറിറ്റി ഗൃഹ മന്ത്രാലയം നയി ദില്ലി, ആഭ്യന്തര മന്ത്രാലയം ന്യൂഡൽഹി. ചോദ്യം 8, तीनों राजकुमारों की मूर्खता पर गुरुजी बहुत दुखी है. 3 രാജകുമാരന്മാരുടെയും വിഡ്ഢിത്തത്തിൽ ഗുരുജി വളരെ ദുഃഖിതനാണ്. इसके आधार पर गुरुजी की डायरी तैयार करें, ഇതിനെ അടിസ്ഥാനമാക്കി ഗുരുജിയുടെ ഡയറി തയ്യാറാക്കുക. ഉത്തരം താരീഖ് आज का दिन मैं कैसे भूलूं, ഈ ദിവസം ഞാൻ എങ്ങനെ മറക്കും. आज मेरे 3 शिष्य जो राजकुमार हैं वे शिक्षा की पूर्ति की, എന്റെ 3 ശിഷ്യന്മാർ അവർ രാജകുമാരന്മാരാണ്, അവർ വിദ്യാഭ്യാസം പൂർത്തി ആക്കി. वे अपने अपने राजमहल जाने के पहले मैंने उनको आशीर्वाद दिया, അവർ അവരവരുടെ കൊട്ടാരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് അവരെ ആശീർവദിച്ചു, അനുഗ്രഹിച്ചു. उनको अपने ज्ञान पर बड़ा गर्व था, അവർക്ക് അവരുടെ അറിവിൽ വളരെ അഹങ്കാരം ആയിരുന്നു. രാജ്മഹൽ കെ രാസ്തേ പർ ഏക് ഘനാ ജംഗൽ ഥാ, കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു കൊടും വനം ഉണ്ടായിരുന്നു. വേ വഹാ അപ്നെ ജ്ഞാൻ കി പരീക്ഷ കർനെ കി തയ്യാരി കി, അവർ അവിടെ വെച്ച് അവരുടെ അറിവ് പരീക്ഷിക്കുന്നതിന് തയ്യാറായി. വഹാ ഏക് ഷേർ കി ഹഡ്ഡിയാ പടി ഥി, അവിടെ ഒരു സിംഹത്തിന്റെ എല്ലുകൾ കിടന്നിരുന്നു.
एक राजकुमार ने उन हड्डियों पर मांस और रक्त देकर उनके ऊपर खाल से मठ दिया. ഒരു രാജകുമാരൻ ആ എല്ലുകൾക്ക് മേൽ മാംസവും രക്തവും നൽകി അതിനു മുകളിൽ തോൽ കൊണ്ട് പൊതിഞ്ഞു. खाल से मठ देना എന്ന് വെച്ചാൽ തോൽ കൊണ്ട് പൊതിയുക. दूसरे राजकुमार ने उसको प्राण दिया. മറ്റൊരു രാജകുമാരൻ അതിന് ജീവൻ നൽകി. शेर को जीवन मिलने पर वो शेर राजकुमारों को खाने के लिए उनकी ओर दहाड़ कर झपटा. സിംഹത്തിന് ജീവൻ ലഭിച്ചപ്പോൾ ആ സിംഹം രാജകുമാരന്മാരെ തിന്നുന്നതിന് വേണ്ടി അവരുടെ മേൽ ഗർജിച്ചുകൊണ്ട് ചാടി വീണു. വേ ഡർ ഗേ, അവർ ഭയന്നു പോയി. മേ ഉൻകെ പീछे ആ रहा था, ഞാൻ അവരുടെ പുറകെ വരുന്നുണ്ടായിരുന്നു. मैंने जल्दी ही उनके सामने आकर मंत्र पढ़ा, ഞാൻ വേഗം തന്നെ അവരുടെ മുൻപിലെത്തി ഒരു മന്ത്രം ചൊല്ലി. ഷേർ ബക്രി ബൻ ഗയ, സിംഹം ആട് ആയി മാറി. ഇസ്സേ ഉൻകി ജാൻ ബച്ച് ഗയി, ഈ കാരണത്താൽ അവരുടെ ജീവൻ രക്ഷപ്പെട്ടു. മേരെ ശിഷ്യക്ക് മൂർഖദാസേ മേ ബഹുത് ദുഃഖി ഹൂം, എൻ്റെ ശിഷ്യന്മാരുടെ വിഡ്ഢിത്തത്തിൽ ഞാൻ വളരെ ദുഃഖിതനാണ്. ഇവിടെ മേരെ ശിഷ്യോം കി എന്ന് നമുക്ക് മാറ്റി എഴുതാവുന്നതാണ്. മേരെ ശിഷ്യോം കി മൂർഖദാസേ മേ ബഹുത് ദുഃഖി ഹൂം, എൻ്റെ ശിഷ്യന്മാരുടെ വിഡ്ഢിത്തത്തിൽ ഞാൻ വളരെ ദുഃഖിതൻ ആണ്. അടുത്ത ചോദ്യം 9. कोष्टक से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ശബ്ദം തിരഞ്ഞെടുത്ത് വാക്യ പിരമിഡ് പൂർത്തീകരിക്കാം. हड्डियां दिखाई देती हैं, जानवर की हड्डियां दिखाई देती हैं. ഒന്നാമത്തെ മാതൃക हड्डियां दिखाई देती हैं, जानवर की हड्डियां दिखाई देती हैं, किसी जानवर की हड्डियां दिखाई देती हैं, जंगल में किसी जानवर की हड्डियां दिखाई देती हैं. എല്ലുകൾ കാണപ്പെടുന്നു, മൃഗത്തിന്റെ എല്ലുകൾ കാണപ്പെടുന്നു, ഏതോ മൃഗത്തിന്റെ എല്ലുകൾ കാണപ്പെടുന്നു, വനത്തിൽ ഏതോ മൃഗത്തിന്റെ എല്ലുകൾ കാണപ്പെടുന്നു. ഇതിനെ മറ്റൊരു രീതിയിൽ മാറ്റി എഴുതിയിരിക്കുന്നത് हड्डियां दिखाई देती हैं, जानवर की हड्डियां दिखाई देती हैं, जंगल में जानवर की हड्डियां दिखाई देती हैं, जंगल में किसी जानवर की हड्डियां दिखाई देती हैं. അടുത്ത വർക്ക്ഷീറ്റ് അതിൽ 9 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, तीसरे राजकुमार ने शेर की हड्डियों पर क्या किया? മൂന്നാമത്തെ രാജകുമാരൻ എല്ലുകൾക്ക് മുകളിൽ എന്ത് ചെയ്തു? उत्तरम, तीसरे राजकुमार ने शेर की हड्डियों पर मांस और रक्त देकर उनके ऊपर खाल मट दिया. മൂന്നാമത്തെ രാജകുമാരൻ സിംഹത്തിന്റെ എല്ലുകൾക്ക് മുകളിൽ മാംസവും രക്തവും നൽകിയതിനു ശേഷം ഉൻകെ ഊപ്പർ ഖാൽ മട്ട് ദിയ, അതിന്റെ മുകളിൽ തോൽ കൊണ്ട് പൊതിഞ്ഞു. ചോദ്യം 2, पहला राजकुमार शेर को जान देने पर क्या हाल हुआ? ഒന്നാമത്തെ രാജകുമാരൻ സിംഹത്തിന് ജീവൻ നൽകിയപ്പോൾ എന്ത് സംഭവിച്ചു? उत्तरम, पहला राजकुमार शेर को जान देने पर शेर राजकुमारों को खाने के लिए उनकी ओर झपटा. ഒന്നാമത്തെ രാജകുമാരൻ സിംഹത്തിന് ജീവൻ നൽകിയപ്പോൾ സിംഹം രാജകുമാരന്മാരെ തിന്നുന്നതിന് വേണ്ടി അവരുടെ മേൽ ചാടി വീണു. മൂന്നാമത്തെ ചോദ്യം, मैं इससे प्राण भी दे सकता हूं. यहाँ मैं शब्द डैश है, എനിക്ക് ഇതിന് പ്രാണൻ നൽകാൻ കഴിയുന്നു എന്ന് പറയുന്നതിലെ ഇവിടെ മേ എന്ന ആ പദം എന്താണ്? ബ്രാക്കറ്റിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. സംജ്ഞ, വിശേഷൻ, സർവനാം, ക്രിയ. നൗൺ ആണോ, അഡ്ജക്റ്റീവ് ആണോ, പ്രോനൗൺ ആണോ, വെർബ് ആണോ എന്നാണ് ചോദ്യം. ഉത്തരം സർവനാം. ചോദ്യം 4, നമൂനെ के अनुसार वाक्य का पुनर्लेखन करें. മാതൃക അനുസരിച്ച് വാക്യത്തെ മാറ്റി എഴുതുക. ഗോപാൽ കാം കർത്താ ഹേ, ലീല കാം കർത്തി ഹേ. ഗോപാൽ എന്ന് മാറി സ്ത്രീലിംഗത്തിലുള്ള പദം വന്നപ്പോൾ കാം കർത്തി ഹേ എന്നായി മാറി. അതുപോലെ ഗോപാൽ കഹാനി സുൻതാ ഹേ, അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ലീല കഹാനി സുൻതി ഹേ. ചോദ്യം 5, गुरुजी ने राजकुमारों को शेर से बचाया. इस घटना पर किसी एक राजकुमार की डायरी तैयार करें. ഗുരുജി രാജകുമാരന്മാരെ സിംഹത്തിൽ നിന്ന് രക്ഷിച്ചു. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി
ഏതെങ്കിലും ഒരു രാജകുമാരൻ തയ്യാറാക്കുന്ന തരത്തിലുള്ള ഡയറി സങ്കല്പിച്ച് എഴുതുക. ഉത്തരം താരീഖ് ആജ് കാ ദിൻ മേ കേസെ ഭൂലും. തീയതി ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. ആജ് ഹം 3 രാജ്കുമാർ ഗുരുജി സെ ശിക്ഷാ കി പൂർത്തി കി. ഇന്ന് ഞങ്ങൾ 3 രാജകുമാരന്മാർ ഗുരുജിയിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഹം അപ്നെ അപ്നെ രാജ്മഹൽ ജാനെ കെ പെഹ്ലെ ഗുരുജി സെ ആശീർവാദ് ലിയ. ഞങ്ങൾ അവരവരുടെ കൊട്ടാരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഗുരുജിയിൽ നിന്ന് ആശീർവാദം സ്വീകരിച്ചു. ഹമേ അപ്നെ ജ്ഞാൻ പർ ബഡാ ഗർവ് ഥാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ അറിവിൽ വളരെ അഹങ്കാരമായിരുന്നു. രാജ്മഹൽ കെ രാസ്തേ പർ ഏക് ഘന ജംഗൽ ഥാ. രാജകൊട്ടാരത്തിലേക്കുള്ള വഴിയിൽ ഒരു കൊടും വനം ഉണ്ടായിരുന്നു. ഹം വഹാ അപ്നെ ജ്ഞാൻ കി പരീക്ഷ കർനെ കി തയ്യാരി കി. അവിടെ ഞങ്ങൾ ഞങ്ങളുടെ അറിവിനെ പരീക്ഷിക്കാൻ തയ്യാറെടുത്തു. വഹാ ഏക് ഷേർ കി ഹഡ്ഡിയാ പടി ഥി. അവിടെ ഒരു സിംഹത്തിന്റെ എല്ലുകൾ കിടന്നിരുന്നു. मैंने अपने ज्ञान से उन हड्डियों पर मांस और रक्त देकर उनके ऊपर घाल से मट दिया. ഞാൻ എന്റെ ജ്ഞാനം കൊണ്ട് ആ എല്ലുകൾക്ക് മുകളിൽ മാംസവും രക്തവും നൽകി അതിനുശേഷം അതിനു മുകളിൽ തോൽ കൊണ്ട് പൊതിഞ്ഞു. ഹംസെ ഏക് രാജ്കുമാറിനെ ഉസ്കോ പ്രാൺ ദിയ. ഞങ്ങളിൽ ഒരു രാജകുമാരൻ അതിന് ജീവൻ നൽകി. शेर को जीवन मिलने पर वह शेर हमको खाने के लिए हमारी ओर दहाड़ कर झपटा. സിംഹത്തിന് ജീവൻ ലഭിച്ചപ്പോൾ ആ സിംഹം ഞങ്ങളെ തിന്നുന്നതിന് വേണ്ടി ഞങ്ങളുടെ നേരെ ഗർജിച്ചുകൊണ്ട് ചാടി വീണു. ഹം ഡർ ഗേ. ഞങ്ങൾ ഭയന്നുപോയി. ഗുരുജി ഹമാരെ പീछे आ रहे थे. ഗുരുജി ഞങ്ങളുടെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. ഉन्होंने जल्दी ही हमारे सामने आकर मंत्र पढ़ा. അദ്ദേഹം വേഗം തന്നെ ഞങ്ങളുടെ മുൻപിൽ വന്ന് മന്ത്രം ചൊല്ലി. ഷേർ ബക്കരി ബൻ ഗയാ. സിംഹം ആട് ആയി മാറി. ഇസ്സെ ഹമാരി ജാൻ ബിഷ്കി. ഇതിനാൽ ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടു. തബ് ഗുരുജി നിഹി ആയേ തോ ഹമാരാ ക്യാ ഹാൽ ഹോത്താ. അപ്പോൾ ഗുരുജി എത്തിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു. അബി മേരാ ശരീർ കാം രഹാ ഹൈ. ഇപ്പോഴും എന്റെ ശരീരം വിറച്ചുകൊണ്ടിരിക്കുന്നു. ആകെ മേ അപ്നെ ജ്ഞാൻ കാ ദുരുപയോഗ നിഹി കരൂംഗ. ഇനിയുള്ള കാലത്ത് ഞാൻ എന്റെ ജ്ഞാനത്തെ എന്റെ അറിവിനെ ദുരുപയോഗം ചെയ്യുകയില്ല. ചോദ്യം 6 സഹി മിലാൻ കരെ. तुम अपने ज्ञान का नुकसान कर सकते हो. अपने ज्ञान का उपयोग मैं अपने ज्ञान से शेर दहाड़ कर. राइट साइड सबकी भलाई के लिए हो राजकुमार की ओर बढ़ता है इसलिए मैं तुम लोगों के पीछे पीछे आ रहा था. शेर को बकरी बना दूंगा. उत्तरम तुम अपने ज्ञान का नुकसान कर सकते हो इसलिए मैं तुम लोगों के पीछे पीछे आ रहा था. നിങ്ങൾ നിങ്ങളുടെ അറിവിനെ ദുരുപയോഗം ചെയ്യും. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. अपने ज्ञान का उपयोग सबकी भलाई के लिए हो. തങ്ങളുടെ അറിവിന്റെ പ്രയോഗം എല്ലാവരുടെയും നന്മയ്ക്കായിട്ടാകണം. मैं अपने ज्ञान से शेर को बकरी बना दूंगा. ഞാൻ എന്റെ അറിവ് കൊണ്ട് സിംഹത്തെ ആടാക്കി മാറ്റും. ഷേർ ദഹാഡ്കർ രാജ്കുമാർ കെ ഓർ ബിട്ടാ ഹൈ. സിംഹം അലറിക്കൊണ്ട് രാജകുമാരന്മാരുടെ നേരെ പാഞ്ഞെടുക്കുന്നു. ചോദ്യം 7 രാജ്കുമാരോं की मूर्खता के बारे में बताते हुए अपने मित्र के नाम पर गुरुजी का पत्र लिखे. രാജകുമാരന്മാരുടെ വിഡ്ഢിത്തത്തെ കുറിച്ച് വിവരിച്ചുകൊണ്ട് തന്റെ കൂട്ടുകാരന്റെ പേരിൽ ഗുരുജി എഴുതുന്നതായ കത്ത് തയ്യാറാക്കുക. ഉത്തരം സ്ഥാൻ താരീഖ് പ്രിയ മിത്ര. സ്ഥലം തീയതി. प्रिय सुहृते कैसे हैं. സുഖമല്ലേ. आपका पत्र मिलने से कई दिन हो गए. താങ്കളുടെ കത്ത് ലഭിച്ചിട്ട് അനേകം ദിവസങ്ങളായി. एक विशेष बात आपसे बताने के लिए पत्र लिख रहा हूं. ഒരു പ്രത്യേക കാര്യം താങ്കളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. आज मेरे 3 शिष्य जो राजकुमार हैं वे शिक्षा की पूर्ति की. ഇന്ന് എന്റെ 3 ശിഷ്യന്മാർ അവർ രാജകുമാരന്മാരാണ്. അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. मैंने उनको आशीर्वाद देकर भेजा. ഞാൻ അവരെ ആശീർവദിച്ച് പറഞ്ഞയച്ചു. उनको अपने ज्ञान पर बड़ा गर्व था. അവർക്ക് അവരുടെ ജ്ഞാനത്തെ പ്രതി അഹങ്കാരം ആയിരുന്നു. राजमहल के रास्ते के जंगल में वे अपने ज्ञान की परीक्षा करने की तैयारी की. രാജകൊട്ടാരത്തിലേക്കുള്ള വഴിയിൽ ഉള്ളതായ വനത്തിൽ അവരുടെ അറിവിനെ പരീക്ഷിക്കാൻ അവർ തയ്യാറായി. वहां बड़े शेर की हड्डियों पर एक राजकुमार ने मांस और रक्त देकर उनके ऊपर घाल से मट दिया.
അവിടെ കിടന്നിരുന്നതായ സിംഹത്തിന്റെ എല്ലുകൾക്ക് മേൽ ഒരു രാജകുമാരൻ മാംസവും രക്തവും നൽകി അതിനു മുകളിൽ തോൽ കൊണ്ട് പൊതിഞ്ഞു. दूसरे राजकुमार उसको प्राण देने पर वह शेर उनको खाने के लिए उनकी ओर दहाड़ कर छपटा. മറ്റൊരു രാജകുമാരൻ അതിന് ജീവൻ നൽകിയപ്പോൾ ആ സിംഹം അവരെ തിന്നുന്നതിന് വേണ്ടി അവരുടെ നേരെ ഗർജിച്ചുകൊണ്ട് ചാടി വീണു. വേ ഡർഗെ, അവർ ഭയന്നുപോയി. മേ ഉൻകെ പീछे ആ रहा था, ഞാൻ അവരുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മേനെ ജൽദി ഹി ഉൻകെ സാമനെ ആക്കർ മന്ത്ര പഠ, ഞാൻ വേഗം തന്നെ അവരുടെ മുൻപിൽ വന്ന് മന്ത്രം ചൊല്ലി. ഷേർ ബക്കരി ബൻ ഗയ, സിംഹം ആടായി മാറി. ഇസ്സേ ഉൻകി ജാൻ ബച്ച് ഗയി, ഈ കാരണത്താൽ അവരുടെ ജീവൻ രക്ഷപ്പെട്ടു. നഹി തോ ഷേർ ഉനെ ഖാ ജാത്ത, ഇല്ലെങ്കിൽ സിംഹം അവരെ തിന്നുകളയുമായിരുന്നു. ആശ്രമേ സബ്കോ മേരാ പ്രണാം, ആശ്രമത്തിലെ എല്ലാവർക്കും എന്റെ നമസ്കാരം. സമയം മിൽനെ पर आप यहाँ आने की कृपा करें, സമയം കിട്ടുമ്പോൾ താങ്കൾ ഇവിടെ വരാൻ ദയവുണ്ടാവണം. ജവാബ് की प्रतीक्षा में आपका मित्र हस्ताक्षर नाम, മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് താങ്കളുടെ കൂട്ടുകാരൻ സിഗ്നേച്ചർ നാം. സേവാമേ നാം പത്ത ടു, പേര് അഡ്രസ്. അടുത്ത ചോദ്യം, तीनों राजकुमार जंगल से जाते समय किसी जानवर की हड्डियां देखी. മൂന്ന് രാജകുമാരന്മാരും വനത്തിൽ കൂടി പോയിക്കൊണ്ടിരുന്ന സമയം ഏതോ മൃഗത്തിന്റെ എല്ലുകൾ കണ്ടു. इस संदर्भ के आधार पर इन तीनों का वार्तालाप तैयार करें. ഈ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി ഈ മൂന്ന് പേരും ചേർന്നുള്ളതായ സംഭാഷണം തയ്യാറാക്കാം. രാജകുമാരെ, हम तीनों गुरुजी से पर्याप्त ज्ञान प्राप्त कर लिया है. നമ്മൾ മൂന്ന് പേരും ഗുരുജിയിൽ നിന്ന് ആവശ്യമായ അറിവ് നേടിക്കഴിഞ്ഞിരിക്കുന്നു. രാജകുമാർ ദോ ജറൂർ സംസാർ മേ ബഹുത് കം ലോഗോं को ये सौभाग्य मिला है. ഈ ലോകത്തിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ സൗഭാഗ്യം കിട്ടുകയുള്ളൂ. രാജകുമാർ തീൻ ലേക്കിൻ ഹം സബ്കാ ജ്ഞാൻ ബരാബർ നഹി, എന്നാൽ നമ്മുടെ എല്ലാവരുടെയും അറിവ് തുല്യമല്ല. രാജകുമാർ യഹ് മേ മാൻതാ ഹൂം, ഹം തീനോं से बड़ा ज्ञानी मैं हूं. അത് ഞാൻ അംഗീകരിക്കുന്നു, നമ്മൾ മൂന്ന് പേരിൽ ഏറ്റവും ജ്ഞാനി ഞാനാണ്. രാജകുമാർ ദോ ये ठीक नहीं, मैं गुरुकुल आने से पहले ही पढ़ रहा था. അത് ശരിയല്ല, ഞാൻ ഗുരുകുലത്തിൽ വരുന്നതിന് മുമ്പേ തന്നെ പഠിക്കുകയായിരുന്നു. രാജകുമാർ തീൻ മേരെ ഘർ കെ സേവക് തക് മഹാപണ്ഡിത് ഹൈ, എൻ്റെ വീട്ടിലെ സേവകന്മാര് പോലും മഹാപണ്ഡിതന്മാരാണ്. രാജകുമാർ ऐसा है तो हम इसकी परीक्षा करें, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് പരീക്ഷിക്കാം. രാജകുമാർ ദോ ജറൂർ ജറൂർ पर कैसे, ये देखो कुछ हड्डियां. തീർച്ചയായും തീർച്ചയായും, പക്ഷെ എങ്ങനെ? നോക്കൂ, ഇവിടെ കുറച്ച് എല്ലുകൾ കിടക്കുന്നു. രാജകുമാർ തീൻ മേരാ ജ്ഞാൻ സിദ്ധ करने के लिए यही समय है, എൻ്റെ അറിവ് തെളിയിക്കുന്നതിന് വേണ്ടി ഇത് തന്നെയാണ് സമയം. मैं अपने ज्ञान से इन हड्डियों पर मांस रक्त और घाल दूंगा. എൻ്റെ ജ്ഞാനം കൊണ്ട് ഈ എല്ലുകൾക്ക് മുകളിൽ മാംസവും രക്തവും തോലും നൽകും. രാജകുമാർ मैं अपने ज्ञान से इसको प्राण दूंगा, ഞാൻ എൻ്റെ ജ്ഞാനം കൊണ്ട് ഇതിന് പ്രാണൻ നൽകും. രാജകുമാർ ദോ और तीन ऐसा मत करो, शेर हमें खा जाएगा. അങ്ങനെ ചെയ്യരുത്, സിംഹം നമ്മളെ തിന്നുകളയും. ചോദ്യം 9, कोष्टक से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ शेर से राजकुमार. ചോദ്യം कोशिश करते हैं, बचने की कोशिश करते हैं. ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. कोशिश करते हैं, बचने की कोशिश करते हैं. शेर से बचने की कोशिश करते हैं. राजकुमार शेर से बचने की कोशिश करते हैं. പരിശ്രമിക്കുന്നു, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. രാജകുമാരന്മാർ സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. രണ്ടാമത്തെ മാതൃക कोशिश करते हैं, बचने की कोशिश करते हैं. राजकुमार बचने की कोशिश करते हैं. राजकुमार शेर से बचने की कोशिश करते हैं. രണ്ട് മോഡലിലും പുതിയതായി കൂട്ടിച്ചേർത്തിരിക്കുന്നതായ വാക്കുകൾ നിറം മാറ്റി കൊടുത്തിരിക്കുന്നു. 10ാമത്തെ ചോദ്യം, तीनों राजकुमार समझ लिए कि ज्ञान पर गर्व करना मूर्खता है. മൂന്ന് രാജകുമാരന്മാരും തിരിച്ചറിയുന്നു, ജ്ഞാനത്തെ പ്രതി, അറിവിനെ പ്രതി അഹങ്കരിക്കുക വിഡ്ഢിത്തമാണ്. तीनों ने गुरुजी से माफी मांगी.
മൂന്ന് പേരും ഗുരുവിനോട് മാപ്പ് അപേക്ഷിച്ചു. ഉസ് സമയ കാ വാർത്താലാപ് കൽപ്പന കർക്കെ ലിഖി. ഈ സമയത്തെ കോൺവെർസേഷൻ, സംഭാഷണം സങ്കല്പിച്ച് എഴുതുക. തീനോ രാജ്കുമാർ, ഗുരുജി ഹമേ മാഫി ദീജിയെ. മൂന്ന് രാജകുമാരന്മാരും, ഗുരുജി ഞങ്ങൾക്ക് മാപ്പ് നൽകിയാലും. ഗുരു, ക്യോ? എന്തിന് രാജ്കുമാരെ? ഹംനെ അപ്നെ ജ്ഞാൻ പർ ഗർവ് കിയ. ഞങ്ങൾ തങ്ങളുടെ ജ്ഞാനത്തെ പ്രതി അഹങ്കരിച്ചു. ഗുരു, വ മുझे मालूम था. ഗുരു പറയാണ്, അതെനിക്കറിയാമായിരുന്നു. ഇസ്ലിയെ മേ തുമാരെ പീछा कर लिया था. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ പിന്തുടരുന്നുണ്ടായിരുന്നു. രാജ്കുമാർ ദോ ആപ്നെ ഹമാരി ജീവൻ ബച്ചായി. അങ്ങ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. ഗുരു വ മേരാ കർത്തവ്യ ഹി. ഇപ്പൊ ഗുരു പറയുന്ന ഡയലോഗ്, അതെന്റെ കടമയാണ്. രാജ്കുമാർ തീൻ അബ് ഹമാരി ആഖേം ഖുൽ ഗയി. ഇപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോധം വന്നു. ഗുരു, ജ്ഞാൻ പാനെ സെ കഠിൻ ഹേ ഉസ്കാ സദുപയോഗ കർന. അറിവ് നേടുന്നതിനേക്കാൾ കഠിനമാണ് അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത്. രാജ്കുമാരെ, ആജ് സേ ഹം അപ്നെ ജ്ഞാൻ കാ ഉപयोग സൽകാര്യ കെ ലിയെ കരേംഗെ. ഇന്നു മുതൽ ഞങ്ങൾ ഞങ്ങളുടെ അറിവിനെ സൽക്കാര്യ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഗുരു, ജ്ഞാൻ തോ സബ്കി ഭലായ് കെ ലിയെ ഹോ. ജ്ഞാനം എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാവണം. രാജ്കുമാർ ദോ ഗുരുജി ആപ്നെ ഠീക് ഹി കഹ. ഗുരുജി അങ്ങ് പറഞ്ഞത് വാസ്തവം തന്നെയാണ്. ഗുരു, ശുഭകാമനായി, ശുഭ ആശംസകൾ. തീനോ രാജ്കുമാർ, ധന്യവാദ് ഗുരുജി. നന്ദി ഗുരുജി. ഇത്രയുമാണ് നമ്മൾ ഗ്യാൻമാർ എന്ന പാഠവുമായി അല്ലെങ്കിൽ ഏകാംഗിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതായ വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളും. ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിരന്തരമായി കാണുക. അപ്പോൾ പുതിയ പുതിയ പാഠങ്ങളുടെ വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളും ഈ ചാനലിൽ കൂടി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. വീണ്ടും അടുത്ത ഒരു പാഠത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ധന്യവാദം.